ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കൊക്കെ കൂടെ കഴിക്കാൻ ഒരു ഈസി സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ടായിട്ട് നടു കട്ട് ചെയ്ത് തക്കാളി നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 4 തക്കാളി നടു കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തക്കാളി അതിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞ് ഒരു 10-12 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയത്തിലോട്ട് വെച്ച് മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് പതിയെ നമ്മുടെ തക്കാളി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറേശ്ശെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ആ മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്തതുകൊണ്ട് തക്കാളിയുടെ ആ തൊലിയെല്ലാം ഒന്ന് ചുളിഞ്ഞ് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ തക്കാളിയും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ടിട്ടും കുറച്ച് നേരം അതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ തൊലി നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്ക് ആ തൊലി അതിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ തക്കാളിയുടെ തൊലിയെല്ലാം ചെറുതായി അടർന്നു തുടങ്ങി. ഇനി നമുക്കത് വീണ്ടും തിരിച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് അടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ തക്കാളിയുടെ തൊലിയും സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ തൊലിയും എടുത്ത് മാറ്റട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റി. പിന്നെ എണ്ണ കുറച്ച് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നമുക്ക് ആ വെളുത്തുള്ളി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് ഇട്ട് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയും അതുപോലെ വെളുത്തുള്ളിയെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ, ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കനം കുറച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വളരെ കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പിന്നീട് നമുക്ക് അവസാനം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഞാൻ ഒരു ലേശം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത്രയും വേണ്ടു, നമ്മുടെ ഈ ഒരു ടൊമാറ്റോ ചട്നി റെഡിയായി. യൂട്യൂബിലൊക്കെ ഇത് ഒത്തിരി വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഒത്തിരി ടേസ്റ്റ് കൂടിയ ഒരു റെസിപ്പിയാണെന്നൊന്നും പറയാനില്ല. എങ്കിലും നമുക്കിപ്പോൾ ചപ്പാത്തി ആയാലും പൂരി ആയാലും അല്ലെങ്കിൽ ദോശ ആയാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തട്ടിക്കൂട്ട് സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.